എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേളാങ്കണ്ണിക്കുള്ളൊരു തീർത്ഥാടന യാത്രയിലാണ് ഈ രാത്രിയിൽ. നേരം വെളുക്കുമ്പോൾ വേളാങ്കണ്ണിയിൽ എത്തിച്ചേർന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി വഴിയിലെവിടെയുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി. രാവിലെ തന്നെ റെഡിയായി പള്ളിയിൽ പോകാൻ വേണ്ടി. അതിന് മുന്നോടിയായി ഹോട്ടലിന് മുന്നിലുള്ള പരിസര പ്രദേശങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഹോട്ടലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം തെങ്ങുകൾ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങ് ദൂരെ യേശുവിൻ്റെ വലിയൊരു പ്രതിമയെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ, അതും കഴിച്ചിട്ടാവാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം സാവധാനം നടന്ന് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലെത്തി. ഞാൻ ഓർക്കുകയായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോയ കാര്യം. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വേളാങ്കണ്ണിയിൽ വരുന്നത്. രാവിലെ കുർബാന നടക്കുന്ന പള്ളിയിലേക്ക് വന്നു. വളരെ മനോഹരമായ ഒരു ഡിസൈനോട് കൂടിയ വലിയൊരു പള്ളിയാണ് ഇത്. പള്ളിയിൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുർബാന തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് മലയാള കുർബാനയല്ലെന്ന്. പിന്നീടാണ് അറിഞ്ഞത് ഈ പള്ളിയിൽ 9 മണിക്ക് മലയാള കുർബാന ഉണ്ടെന്ന്. അപ്പോൾ വരാമെന്ന് ഓർത്തുകൊണ്ട് കുറച്ചു നേരം പള്ളിയിൽ ഇരുന്നതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. വേളാങ്കണ്ണി പള്ളിയിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്താറുള്ളത്. ഈ കാണുന്ന മണൽത്തരിയിലൂടെ മുട്ടിലിഴഞ്ഞാണ് ധാരാളം ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ നടത്തുന്നത്. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ ഒരു തീരദേശ പട്ടണമാണ് വേളാങ്കണ്ണി. 16-ാം നൂറ്റാണ്ടിൽ കന്യാകുമാരിയും ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം മാതാവിനെ വേളാങ്കണ്ണി മാതാവ് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് മാർപ്പാപ്പ വേളാങ്കണ്ണിയെ ഒരു വിശുദ്ധ നഗരമായി പ്രഖ്യാപിച്ചു. ഇന്ന് വേളാങ്കണ്ണി പള്ളി അത്ഭുതങ്ങളുടെയും രോഗശാന്തിയുടെയും ഒരു കേന്ദ്രമായി മാറി. പോർച്ചുഗീസ് നാവികരെയും ഒരു പാൽ വിൽപ്പനക്കാരനെയും സഹായിച്ചതായി വിശ്വസിക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ഇവിടെ. ഇന്ന് വേളാങ്കണ്ണിയിൽ വലിയൊരു ബസിലിക്കയുണ്ട്. കുർബാന തുടങ്ങാൻ സമയമായി. അങ്ങനെ പള്ളിയിലേക്ക്. കുർബാന കഴിഞ്ഞ ഉടനെ ബസിലിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇരുവശത്തും കടകളുള്ള ഈ റോഡ് നീണ്ടുകിടക്കുന്നത് കടൽ തീരത്തേക്കാണ്. ബേ ഓഫ് ബംഗാൾ. ധാരാളം കടകളുണ്ട്.
ഇവിടെ നമുക്ക് കാണാം കടലിൽ ധാരാളം ആൾക്കാർ കുളിക്കുന്നതും അതോടൊപ്പം കടലിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ധാരാളം ആൾക്കാർ കരയ്ക്ക് നിൽക്കുന്നതുമൊക്കെ. ഇവിടെ നല്ല വെയിലാണ്. ഈ വെയിലത്ത് കടൽ തീരത്ത് കൂടെ കുറേ ദൂരം ഞാൻ നടന്നു. ഈ കടലിനോട് അടുത്ത് തന്നെ ഒരു പുഴ കടലിനോട് ചേർന്ന ഒരു സ്ഥലമുണ്ടെന്നറിഞ്ഞു. അത് കാണാൻ വേണ്ടി ഞാൻ കുറേ ദൂരം കൂടി മുന്നോട്ട് നടന്നു. അതാ അവിടെ കാണുന്നതാണ് പുഴ കടലിനോട് ചേരുന്ന ഭാഗം. ഈ കടൽ തീരത്ത് നിന്നുകൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു. 2004 ഡിസംബർ 26 ഉണ്ടായ സുനാമി ഈ പ്രദേശത്തിന് വരുത്തിയ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് രാക്ഷസ തിരമാല എടുത്തത്. അതോടൊപ്പം മറ്റ് നാശനഷ്ടങ്ങളും. ഈ കാര്യങ്ങളെല്ലാം പിന്നീട് സുനാമിക്ക് ശേഷം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. 12 മീറ്റർ ഉയരത്തിലായിരുന്നു രാക്ഷസ തിരമാല ഈ കടലിൽ നിന്നും അടിച്ച് കരയിലേക്ക് കയറിയിരുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണത്താൽ ബസിലിക്കയ്ക്ക് മറ്റ് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള സുനാമി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ അങ്ങനെ കടൽ തീരത്ത് നിന്നും വന്ന വഴി അടുത്ത സ്ഥലത്തേക്ക്. ഞാൻ സുന്ദര കവാടം എന്ന് വിളിക്കുന്ന മനോഹരമായ ഈ കവാടത്തിലൂടെ വേളാങ്കണ്ണിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഇവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ മനോഹരമായൊരു സ്റ്റാച്ചു നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഈ രൂപത്തിലായിരുന്നു മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ പുറകിലായി യേശുവിൻ്റെ വലിയൊരു സ്റ്റാച്ചു നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കാണാം. അങ്ങോട്ടാണ് ഇനി പോകുന്നത്. വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ് യേശുവിൻ്റെ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുള്ളത്. തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രീതിയിലാണ് യേശുവിൻ്റെ സ്റ്റാച്ചു ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വേളാങ്കണ്ണിയിൽ 20 അടി ഉയരത്തിലുള്ള ഏറ്റവും വിശുദ്ധ ഹൃദയത്തിലുള്ള യേശുവിൻ്റെ പ്രതിമയാണ് ഇത്. ഇത് ബ്രസീലിലെ ക്രൈസ്റ്റ് ദി റെഡീമർ സ്റ്റാച്ചുവിൻ്റെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് തീർത്ഥാടകർക്ക് ഫോട്ടോ എടുക്കാനും ഒത്തുചേരാനും പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിട്ടുണ്ട്. തണുപ്പത്തോടെ നടന്ന് പനിയും ചുമയും പിടിച്ചു. ഇനി എപ്പോഴെങ്കിലും പിന്നെ വരാമെന്ന് ഓർത്തുകൊണ്ട് തൽക്കാലം പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.